രക്ഷയില്ലാത്ത സ്മെല്ല്. ഇന്ന് എൻ്റെ അമ്മായിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ നേരെ വീട്ടിലേക്കല്ല കയറിയത്, നേരെ ഈ മരത്തിൻ്റെ അവിടേക്കാണ് പോയത്. ആ ചെമ്പകമരം, ആ ഗേറ്റ് കടക്കുമ്പോഴേക്കും ആ സ്മെല്ല് എൻ്റെ മൂക്കിലേക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ആ നൊസ്റ്റാൾജിക് സ്മെല്ല് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിലുണ്ടല്ലോ ഇതിലും വലിയൊരു ചെമ്പകമരം ഉണ്ടായിരുന്നു കേട്ടോ. അതിലാണെങ്കിൽ ഇഷ്ടം പോലെ ചെമ്പകപ്പൂവ്. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ ചെമ്പകപ്പൂവൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് വിതരണം ചെയ്യുമ്പോൾ കിട്ടണ ആ ഗമ ഒന്നും പറയാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചെമ്പകമരം നമ്മുടെ വീടിന് മുകളിൽ വളർന്ന ദോഷമാണെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടുകാർ ഒരു ദാക്ഷിണ്യം കൂടാതെ ആ കൊലച്ച് നിൽക്കണ പൂക്കളടക്കം ആ ചെമ്പകമരം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. പിന്നെ ആ ചെമ്പകം അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ ചെമ്പകത്തിൻ്റെ തൈയൊക്കെ വെച്ച് പിടിപ്പിച്ചെങ്കിലും അതങ്ങോട്ട് ഉണ്ടാവണില്ല കേട്ടോ. അപ്പോൾ അത് ഇന്ന് അമ്മായിയുടെ വീട്ടിൽ വന്നപ്പോൾ ആ ഓർമ്മകളാണ് എനിക്ക് വന്നത്. ഇവിടെയും ഈ ചെമ്പകമരം വെട്ടി നിർത്തിക്കാൻ കേട്ടോ, പുരയ്ക്കും ഇതേ വളരാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ അവിടെയും ഇതേപോലെ വിശ്വാസത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തിയ മരങ്ങളോ ചെടികളോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ.